ലോകത്തിലെ ഏറ്റവും ശക്തമായ ജയിൽ, ഏറ്റവും അപകടകാരികളായ ജയിൽ പുള്ളികൾ. അതാണ് അമേരിക്കയിലെ അൽക്കാട്രസ് ഐലൻഡിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അൽക്കാട്രസ് ജയിൽ. ഒരാൾക്ക് പോലും തടവ് ചേടാൻ സാധിക്കില്ല എന്ന് ലോകം വിധിയെഴുതിയ ജയിൽ. ഓരോ തടവുപുള്ളിക്കും ഓരോ സെൽ വീതവും 3 തടവുകാർക്ക് ഒരു ഗാർഡ് എന്ന നിലയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സുശക്തമായ ജയിൽ. അൽക്കാട്രസ് ഐലൻഡ് റിപ്പയറിന് മാത്രമായി വേണ്ടി വന്നിരുന്ന ചിലവ് ഏകദേശം $3 മില്യൺ ആയിരുന്നു. അമേരിക്കയിലെ ഒരു സാധാരണ പ്രസൻ നേരിടേണ്ടി വന്നിരുന്ന ചിലവിനേക്കാൾ 3 മടങ്ങ് അധിക തുകയാണ് അൽക്കാട്രസ് പ്രസണിന് വേണ്ടി വന്നിരുന്നത്. ശുദ്ധജലം ഉൾപ്പെടെ ബോട്ട് മുഖേനയാണ് ഐലൻഡിലോട്ട് എത്തിച്ചിരുന്നത്. ഒരു തടവുപുള്ളിക്ക് പോലും അൽക്കാട്രസ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ലോകം വിധിയെഴുതിയിരുന്നത് ഇതിൻ്റെ ഒരുപാട് സവിശേഷതകൾ കൊണ്ടാണ്. ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ അൽക്കാട്രസ് എന്ന പേരുള്ള ഒരു ദ്വീപിലാണ്. ഈ ദ്വീപിൽ നിന്ന് തൊട്ടടുത്തുള്ള കരയിലേക്ക് ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ജയിൽ ചാടുന്ന ഒരു തടവുപുള്ളിക്ക് 2.5 കിലോമീറ്റർ നീന്തി വേണം കരയ്ക്കെത്തിച്ചേരാൻ. ഈ ദീർഘദൂര നീന്തൽ എന്ന പ്രതിസന്ധിയിൽ ഒതുങ്ങുന്നത് മാത്രമായിരുന്നില്ല അവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്രതിസന്ധിയുടെ കാരണങ്ങൾ. മറ്റൊരു കാരണം വെള്ളത്തിൻ്റെ താപനിലയും ആ കടലിടുക്കിലുള്ള സ്രാവിൻ്റെ സാന്നിധ്യവുമാണ്. വെള്ളത്തിൻ്റെ താപനില എപ്പോഴും 10 മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. ഇത്രമേൽ തണുപ്പുള്ള ജലാശയത്തിൽ നീന്തുക എന്നത് വളരെ ദുഷ്കരമായ ഒന്നാണ്. എത്ര ആരോഗ്യവനായ ആൾക്ക് പോലും ഇത്രമേൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് കരയിലെത്തുവാൻ കഴിയുന്നതായിരുന്നില്ല. കൂടാതെ 24 മണിക്കൂറും ജയിലിന് ചുറ്റും ഷാർപ്പ് ഷൂട്ടേഴ്സായ സൈനികരായിരുന്നു കാവൽ നിൽക്കുന്നത്. അവരുടെ സ്ഥാനം ഉയരത്തിലായിരുന്നതിനാൽ ഐലൻഡിലെ പരിപൂർണമായ കാഴ്ച അവർക്ക് സുലഭമായിരുന്നു. ജയിൽ ചാടാൻ ശ്രമം നടത്തിയവരൊക്കെ പിടിക്കപ്പെടുകയോ വെടിയേറ്റ് മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമായി തീരുകയോ ഒക്കെയായിരുന്നു ചെയ്തിരുന്നത്. 1962 വരെ മാത്രം. 1962 കാര്യങ്ങൾ മാറിമറിഞ്ഞു. ലോകത്തിലെ അസാധാരണമായ ക്രൂരരായ മനുഷ്യർ പാർക്കുന്ന ഇടമായതിനാലാവണം അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന തരത്തിൽ അസാധാരണമായ മനുഷ്യരും അക്കൂട്ടത്തിൽ നിന്ന് പിറവിയെടുത്തത്. 1962 ജൂൺ മാസം 11-ാം തീയതി രാത്രി 10:30 3 പേർ ഈ ജയിലിൽ നിന്നും വിജയകരമായി രക്ഷപ്പെട്ടു. ഫ്രാങ്ക് മോറിസ്, ജോൺ ആംഗ്ലിൻ, ക്ലാരസ് ആംഗ്ലിൻ എന്നീ 3 പേരാണ് സമൃദ്ധമായി അവിടെ നിന്നും ജയിൽ ചാടിയത്. ഇത്രമേൽ കാഠിന്യമേറിയ ആ ദൗത്യം അവരെങ്ങനെ വിജയത്തിലെത്തിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ആ ത്രില്ലടിപ്പിക്കുന്ന കഥയിലേക്ക് കടക്കാം. അവിടെ ജയിൽവാസം അനുഭവിച്ചു വന്നിരുന്ന അലൻ വെസ്റ്റ് എന്നയാളാണ് 4-ാമൻ. അങ്ങനെ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾക്ക് പ്രതിഫലമായി ലഭിച്ച ജയിൽ ശിക്ഷ അവർ അനുഭവിച്ച് മുൻപോട്ട് പോകവേ ഒരു ദിവസം ഫ്രാങ്ക് മോറിസ് തൻ്റെ ജയിൽ ചാടാനുള്ള പദ്ധതിയെപ്പറ്റി സഹതടവുകാരോട് സംസാരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതായിരുന്നു അവരുടെ പദ്ധതി. റൂമിലെ വാഷ് ബേസിന് താഴെയുള്ള വെന്റിലേറ്റർ തുറക്കുന്നു. തുടർന്ന് ആ വെന്റിലേറ്ററിലൂടെ സഞ്ചരിച്ച് പുറത്തുള്ള ഇടനാഴിയിലെത്തുന്നു. അവിടുന്ന് പൈപ്പിൽ പിടിച്ചു കയറി ജയിലിന് മേലേക്കെത്തുന്നു. അവിടെ നിന്ന് ഗാർഡുമാരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം താഴേക്ക് പൈപ്പ് വഴി ഊർന്നിറങ്ങുന്നു. പിന്നീടുള്ള ദൗത്യം ജയിൽ മതിലാണ്. ആ ജയിൽ മതിൽ ഏതു വിധേനയും ചാടിക്കടക്കണം. അതിനുശേഷം കടൽക്കരയിലെത്താം. കടൽക്കരയിലെത്തിയതിനു ശേഷം അവർ സ്വന്തമായി നിർമ്മിക്കുന്ന ബോട്ടിൽ രക്ഷപ്പെടുക. ഇതാണ് പദ്ധതി. ചെയ്തു പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് ഒരുറപ്പുമില്ലാത്ത പദ്ധതി. ഒരു സൂയിസൈഡ് മിഷൻ. ഏതു നിമിഷവും മരണപ്പെടാം. അങ്ങനെ അവർ ആ പദ്ധതിയിലേക്ക് കടക്കുകയാണ്. 24 മണിക്കൂറും ഗാർഡ്സിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണമുണ്ട്. അവരെ കണ്ണുവെട്ടിച്ച് തുരക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. തുരക്കുന്നതും ആയി ബന്ധപ്പെട്ട് 2 പ്രധാന പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഇത് തുരക്കുമ്പോൾ അതിൻ്റെ ശബ്ദം പുറത്തെത്തും, ഗാർഡ്സ് അറിയും. 2, ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ അടയാളം അവിടെ ശേഷിക്കും. തുറന്നു തീരുന്നതിന് മുമ്പ് ഏത് സമയം വേണമെങ്കിലും ഗാർഡ്സ് ഇത് കാണാം, അങ്ങനെ പിടിക്കപ്പെടാം. അങ്ങനെ അവർ ആ പദ്ധതിയിലേക്ക് കടക്കുന്നു. ഭിത്തി തുറക്കുന്നതിന് വേണ്ടി അവർ മെസ്സിൽ നിന്ന് പലതരത്തിലുള്ള സ്പൂണുകൾ സംഘടിപ്പിക്കുന്നു. അത് ഒളിച്ചു കടത്തുന്നു, സെല്ലിലേക്ക് എത്തിക്കുന്നു. അതിനു മുമ്പ് ഇവർ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. കാർപ്പൻട്രി വർക്കിനായി ഇവരെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് പലതരത്തിലുള്ള തടി കഷ്ണങ്ങൾ, ബേസ് ബോർഡ് ഇവയെല്ലാം ഇവർ കളക്ട് ചെയ്ത് മോഷ്ടിച്ച് സെല്ലിലേക്ക് കടത്തുന്നു. അങ്ങനെ അതുപയോഗിച്ച് ഇവർ ഒരു വെന്റിലേറ്ററിൻ്റെ മാതൃക സൃഷ്ടിക്കുന്നു. തുറന്ന ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തുറന്നത് ആരും കാണാൻ പാടില്ല. ഒരു ശേഷിപ്പുകളും അവിടെ ഉണ്ടാവാനും പാടില്ല. അവർ ആ തടി കഷ്ണങ്ങളും ബേസ് ബോർഡും ഉപയോഗിച്ച് ഒരു മോഡൽ നിർമ്മിക്കുകയാണ്, വെന്റിലേറ്ററിൻ്റെ മോഡൽ. വിനോദോപാധിയുടെ ഭാഗമായി പ്രിസണേഴ്സിന് പെയിൻറ്റിങ് ചെയ്യാം,
സംഗീതോപകരണങ്ങൾ വായിക്കാം. ഇവയൊക്കെ അവർക്ക് അവിടെ നൽകപ്പെടും. അതിൻ്റെ പരിപൂർണമായ സാധ്യത അവർ ഉപയോഗിച്ചു, അതിൻ്റെ പരമാവധി. ജയിലിൽ വിനോദത്തിന് വേണ്ടി നൽകപ്പെട്ടിരുന്ന സമയമാണ് അവർ തുറക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത്. അതാണ് ഏറ്റവും ബെസ്റ്റ് സമയം. 4 പേർ രണ്ടായി പിരിഞ്ഞ് ഒരു കൂട്ടർ തുറക്കുന്നതിൽ ഏർപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടം സംഗീതോപകരണങ്ങൾ വായിച്ചു, ഉറക്ക വായിച്ചു. അങ്ങനെ വായിക്കുമ്പോൾ ഈ തുറക്കുന്നതിൻ്റെ ശബ്ദം അധികാരികൾ കേൾക്കില്ല. മാത്രമല്ല, ശബ്ദം കേട്ട് എന്തെങ്കിലും സംശയത്തോടെ അധികാരികൾ വന്നാൽ ഈ സംഗീതോപകരണങ്ങൾ വായിക്കുന്ന ആളുകൾ അവർക്ക് സിഗ്നലുകൾ കൊടുക്കും. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. ഓരോ ദിവസവും തുറന്നതിന് ശേഷം അവർ ഫേക്ക് വെന്റിലേറ്റർ അവിടെ വെച്ച് മനോഹരമായി അത് കവർ ചെയ്തു. അത് അവർ തന്നെ നിർമ്മിച്ചതാണല്ലോ. അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം സെല്ലിൽ തടവുകാർ ഉണ്ടായിരിക്കുക എന്നതാണ്. അവർ അവിടെ നിന്ന് മിസ്സാകാൻ പാടില്ല. 24 മണിക്കൂറും ഗാർഡുകൾ ഉണ്ട്. അവർ അവിടെ റോന്തു ചുറ്റുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കുമ്പോൾ തടവുകാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. ഇതിനെ എങ്ങനെ മറികടക്കും എന്നതായിരുന്നു അവരുടെ അടുത്ത പ്രശ്നം. അവർ ആലോചിച്ചു. ഫ്രാങ്ക് മോറിസ് തന്നെ അതിനുള്ള ഉത്തരവും കണ്ടെത്തി. അവർ പുറത്തു പോകുന്ന സമയത്ത് അവരുടെ സെല്ലിൽ അവരുണ്ട് എന്ന് മോക്ക് ചെയ്യുക, അതായത് അവരെ പോലെ തന്നെയുള്ള മനുഷ്യരൂപം സൃഷ്ടിക്കുക. അങ്ങനെ ഒരു ഡമ്മി സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവർ അവിടെ അവർക്ക് ലഭിച്ചിരുന്ന വസ്തുവകകൾ ശേഖരിച്ചു തുടങ്ങി. ടോയ്ലറ്റ് പേപ്പർ, സോപ്പ്, പേസ്റ്റ്, കൂടാതെ അവിടെ തടവുപുള്ളികളുടെ മുടി മുറിക്കുന്ന സ്ഥലത്ത് നിന്നും അവർ തലമുടികൾ ശേഖരിച്ചു. അതിനുശേഷം അവർ ഈ വസ്തുവകകൾ ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ തലയുടെ മോഡൽ നിർമ്മിക്കുകയാണ്. ഏകദേശം 6 മാസത്തോളമാണ് ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി വന്നത്. അങ്ങനെ ആദ്യ പടിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയതിനു ശേഷം ഫ്രാങ്ക് മോറിസ് പുറത്തു പോകാൻ തീരുമാനിക്കുകയാണ്. പുറത്തു പോകാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അയാൾ സ്വയം നിർമ്മിച്ച മനുഷ്യ സാദൃശ്യമുള്ള തല കട്ടിലിൽ വെച്ച് പുതപ്പ് കൊണ്ട് മൂടി. പെട്ടെന്ന് കണ്ടാൽ ഒരു മനുഷ്യൻ കിടക്കുന്നത് പോലെ തോന്നുന്ന രീതിയിൽ അദ്ദേഹം അവിടെ ക്രമീകരിച്ചു. തുടർന്ന് അദ്ദേഹം വെന്റിലേറ്റർ ഇളക്കി മാറ്റി പുറത്തേക്ക് കടന്നു. 2 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ഇടനാഴിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ തുരങ്കം എത്തിയിരുന്നത്. അദ്ദേഹം അതിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങി. എങ്ങനെ മുകളിലെത്താം, അത് പരിശോധിക്കണം. അങ്ങനെ പോകവേ അയാൾ കണ്ടെത്തി, അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. പൈപ്പുകളൊക്കെയുണ്ട്. പക്ഷേ ജയിലിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ വലിയ ഒരു ഇരുമ്പിൻ്റെ മൂടിയുണ്ട്. അതിനെ മറികടക്കണം, അതിനെ അതിജീവിക്കണം. ഒരാൾക്ക് താഴെ നിന്നാൽ എത്തുന്ന ദൂരത്തിലല്ല ആ മൂടിയുള്ളത്. കൂട്ടുകാരുടെ സഹായം വേണം. തുടർന്ന് അവർ പദ്ധതിയിടുകയാണ്. ആ വലിയ ഇരുമ്പ് മൂടി അല്ലെങ്കിൽ വെന്റിലേറ്റർ തുറക്കുവാൻ അത് ഘടിപ്പിച്ചിരിക്കുന്ന വലിയ കമ്പി മുറിച്ചു മാറ്റണം. ഇരുമ്പ് കമ്പിയാണ്. അതിനുവേണ്ടി അവർ അവിടെ ലഭിച്ചിരുന്ന വാക്വം ക്ലീനർ, ഫാൻ എന്നിവയൊക്കെ ഉപയോഗിച്ച് ഒരു പ്രത്യേകതരം കട്ടിംഗ് മെഷീൻ അവർ തന്നെ നിർമ്മിച്ചെടുത്തു. ആ ഇരുമ്പ് കമ്പി മുറിച്ചു മാറ്റണം, എന്നാലേ പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഇവരുടെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതൊന്നുമായിരുന്നില്ല. കടൽ, വെള്ളം, ടെമ്പറേച്ചർ. ആ വെള്ളത്തിലൂടെ എങ്ങനെ അതിജീവിക്കും? അതായിരുന്നു ഇവരുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യം. അതിന് ഫ്രാങ്ക് മോറിസ് തന്നെ ഉത്തരവും കണ്ടെത്തി. ഒരു ബോട്ട് നിർമ്മിക്കുക, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ബോട്ട് എങ്ങനെ നിർമ്മിക്കും? അതിന് അദ്ദേഹം കണ്ടുപിടിച്ച ബുദ്ധിയാണ് ഒരു എയർ ബാഗ് പോലെ ഒരു ബോട്ട് നിർമ്മിക്കുക. അതിനായി അദ്ദേഹം കൂട്ടാളികളോട് പറഞ്ഞു, അവിടെയുള്ള ഗാർഡുകളുടെ ജാക്കറ്റും റെയിൻകോട്ടും മോഷ്ടിക്കുക, അതുവച്ച് ഒരു ബോട്ട് നിർമ്മിക്കുക. അങ്ങനെ ഇവർ 50ഓളം മഴക്കോട്ടുകൾ മോഷ്ടിക്കുകയാണ്, ഗാർഡുകളുടെ കോട്ടുകൾ. അതിനുശേഷം രാത്രിയിൽ അവർ തുരങ്കം വഴി സെല്ലിന് പുറത്തു കടന്ന് അവർ ആ ബോട്ട് നിർമ്മാണത്തിൽ ഏർപ്പെടുകയാണ്. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. എവിടെയെങ്കിലും ഒരു ചെറിയ തകരാറ് സംഭവിച്ചാൽ അവരുടെ ജീവൻ അപായപ്പെടും. എയർ ബാഗ് പോലൊരു സംവിധാനമാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുള്ളിൽ കാറ്റ് കയറാൻ പാടില്ല. കുറേ ദിവസങ്ങളുടെ പരിശ്രമ ഫലമായി അവർ ആ 50 കോട്ടുകൾ തുന്നിച്ചേർത്ത് ഒരു ബോട്ട് നിർമ്മിക്കുകയാണ്. പുറത്തേക്ക് സ്റ്റീം വൊമിറ്റ് ചെയ്യുവാനുള്ള പൈപ്പ് ഇവർ ബോട്ട് തുന്നാൻ നിൽക്കുന്ന ആ സ്ഥലത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ആ പൈപ്പിൻ്റെ ചൂടുപയോഗിച്ച് അവർ ആ റബ്ബർ കോട്ടുകൾ ഒട്ടിച്ചു ചേർക്കുകയാണ്. കാറ്റ് കയറാൻ പാടില്ല, സുരക്ഷിതമായിരിക്കണം. ഇനി അവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആ എയർ ബാഗിൽ എയർ നിറയ്ക്കുക എന്നതാണ്. അതിൽ ഊതി എയർ നിറയ്ക്കുക എന്നത് പ്രായോഗികമല്ല. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് കോൺസെർട്ടീന എന്ന സംഗീത ഉപകരണമാണ്. അതുപയോഗിച്ച് അവർ അതിൽ കാറ്റ് നിറയ്ക്കുന്നു. അങ്ങനെ അതുവരെയുള്ള അവരുടെ പ്ലാനുകളെല്ലാം ഭംഗിയായി നടന്നു. ഇനി മുൻപിലുള്ള ദൗത്യം ജയിൽ ചാടുക എന്നതാണ്. അതിനായി അവർ തീരുമാനിച്ചു. 1962 ജൂൺ 11, സമയം രാത്രി 10:30. അവർ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അവർ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. പക്ഷേ അലൻ വെസ്റ്റിന് മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല.
2 ആൾ പൊക്കത്തിന് മേലെയുള്ള വെന്റിലേറ്ററിൽ അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല. അദ്ദേഹം കുറേ പരിശ്രമിച്ചു, നടന്നില്ല. അദ്ദേഹം തിരിച്ച് സെല്ലിലേക്ക് പോയി, എല്ലാം പഴയ പോലെ വെച്ചു, സെല്ലിൽ കിടന്നു. അങ്ങനെ ജയിൽ ചാടിയ 3 പേരും ഗാർഡ്സിനെ വെട്ടിച്ച് ബ്ലൈൻഡ് സ്പോട്ടിലൂടെ നടന്ന് കടൽ തീരത്തേക്കെത്തി. അവിടെ അവർ നിർമ്മിച്ച ബോട്ട് ഉപയോഗിച്ച് അവിടെ നിന്നും യാത്രയായി. പിന്നീട് അവരെങ്ങോട്ട് പോയെന്നോ എവിടെ എത്തിയെന്നോ ആർക്കും അറിയില്ല. ഇവർ ജയിൽ ചാടുവാൻ ഉപയോഗിച്ച പദ്ധതികളെക്കുറിച്ച് ലോകമറിയുന്നത് അലൻ വെസ്റ്റിൻ്റെ വാക്കുകളിലൂടെയാണ്. ഇവരെ കണ്ടെത്താൻ FBI പല വഴികൾ ശ്രമിച്ചു. ഇവരെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് വലിയ സമ്മാനത്തുകകൾ FBI പ്രഖ്യാപിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഇന്നുവരെ ഇവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കേസ് അന്വേഷണം ഇന്നും തുടരുന്നു. അൽക്കാട്രസിൽ നിന്ന് പോയിട്ട് വരാൻ വെറും 5 മിനിറ്റ് മതി കേട്ടോ. അതായത് കരയോട് അടുക്കും അപ്പോൾ. പക്ഷേ ധാരാളം കടയിൽ ഇങ്ങനെ സാധനം വെച്ചോണ്ടിരിക്കുകയാണേ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പയർ 33 എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇതുണ്ട്, ഇവിടെ തൊട്ട് കീഴെയാണ് പയർ 33 എന്ന് പറഞ്ഞ ക്രൂയിസ്, അൽക്കാട്രസ് ക്രൂയിസ്. നമ്മുടെ പ്രിസൺ ടൂറിന് പോവാണ്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ ടിക്കറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ആണ് ക്രൂയിസിൻ്റെ. നല്ല ആളുണ്ടല്ലോ. ലക്കിലി നമുക്ക് ഫസ്റ്റ് ഇത് തന്നെ നമുക്കും കിട്ടി. ഞാനത് അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്നു പോകാൻ പറ്റില്ലെന്നോർത്ത്. ഏതായാലും നമുക്കും ഫസ്റ്റിൽ തന്നെ ആദ്യത്തെ ട്രിപ്പ് തന്നെ പോകാൻ പറ്റി. ഞാനിത് ഓക്കി ഇതേക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആൾക്കാരെല്ലാം കയറി. ഇതാണ് ക്രൂയിസ്, അൽക്കാട്രസ് ക്രൂയിസ്. അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളിന്ന് കാണിച്ചു തരാം. പിന്നെ അകത്തെ കാഴ്ചകളാണ്. നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോയ സെയിം ക്രൂയിസിൻ്റെ സെയിം സെറ്റപ്പ്. ടീ, കോഫി, സ്നാക്സ് എല്ലാ സെറ്റപ്പും ഉണ്ട്. $53 ആണ് കേട്ടോ. ഇതാണ് കാഴ്ച നമ്മുടെ അൽക്കാട്രസ് പ്രിസൻ്റെ കാഴ്ച. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ത്യൻസ് വെൽക്കം അൽക്കാട്രസ് ഐലൻഡ്. ഇവിടുത്തെ പ്രിസനാണ്, അറിയാലോ, അൽക്കാട്രസ് പ്രിസൺ. 1800-ലെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള കൊടും ഭീകരന്മാരെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന അമേരിക്കൻ പ്രിസനാണ് സാൻ ഫ്രാൻസിസ്കോയിലെ. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ത്യൻസ് വെൽക്കം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ഭീകരത. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന് അടുത്ത് നമ്മുടെ അൽക്കാട്രസ് പ്രിസൺ. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. 1930 വരെയെങ്കിലും വർക്കിംഗ് ആയിരുന്നു. ഇവിടെ ഒരു കഥയുണ്ട്. ഇന്ത്യൻസ് ആയ ഒരു ഫാമിലി 1969 ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരിത് ഈ അമേരിക്കൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തതെന്നും അങ്ങനെയൊക്കെ ഇതിനെ ഒത്തിരി എതിരായിട്ട് പറഞ്ഞെന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യൻ ബോർഡിംഗ് സ്കൂള് അങ്ങനെയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇന്ത്യൻസ് വെൽക്കം എഴുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അകത്ത് കണ്ട കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻസ് അമേരിക്കൻ ഇന്ത്യൻ കമ്മിറ്റി ബോൺ ഓൺ ദ ഫ്ലോട്ടൻ ഓഷൻ പ്രൊട്ടക്ഷൻ ബിയോണ്ട് ബേ ഇൻസ്പയർഡ് ബൈ ഇന്ത്യൻസ് അക്രോസ് അമേരിക്ക ടു. ഇന്ത്യൻസിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു ധാരാളം. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മിലിറ്ററി ഫസ്റ്റ് ഇവർ എതിർത്തെന്ന് പറഞ്ഞത് ഈ കോപ്പി ഇന്ത്യൻസ് ഹു റെസിസ്റ്റഡ് US ഗവൺമെൻറ് പോളിസി ആൻഡ് വേൾഡ് വാർ കൗൺസിൽ ഒബ്ജക്റ്റീവ്സ്. അൽക്കാട്രസ് പ്രിസണിലെ കാഴ്ചകളാണ് ഗായ്സ്. പീസ് ആൻഡ് ഫ്രീഡം ഓൺ വെൽക്കം ഹോം ഓഫ് ദി ഇന്ത്യൻ ലാൻഡ്. ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇതിനകത്തായിരുന്നു സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. രണ്ടോ അത് ഭയങ്കരമായിട്ട് കോൾഡായിട്ട് ഇവിടെ സൂക്ഷിച്ച് വെക്കായിരുന്നു. മോർക്ക് 1910 to 1963. ഇതാണ് ഇവിടുത്തെ അൽക്കാട്രസിലെ സെല്ലിലെ കാഴ്ച. അതിനകത്തുള്ളിൽ കയറി കാണാം. അൽക്കാട്രസ് സെല്ലിൻ്റെ കാഴ്ചയാണ് കേട്ടോ. നമുക്ക് കയറി കാണാം. വിശ്വസിക്കാൻ പറ്റുമോ? നൊട്ടോറിയസ് ക്രിമിനലിനെ താമസിച്ചിരുന്ന പ്രിസനാണെന്നുള്ളത്. ഇതിൻ്റെ കൈസ് അവിടുത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷൂസ്, അങ്ങനെ ക്ലോത്ത്, അങ്ങനെ കുറേ സംഭവങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഇവരുടെ ഷവറാണ് കേട്ടോ കുളിക്കുന്ന സ്ഥലം. ബക്കറ്റ് കിടക്കാണ് സാനിറ്റൈസർ.
പ്രസനിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരാണ് സ്പൂൺ കൊണ്ട് ഡിഗ് ചെയ്ത് ഒരു രക്ഷപ്പെട്ട് വിടുന്നത്. ഹലോ ഗായ്സ്, നമ്മൾ അൽക്കാട്രാസ് ബ്രിസനിൽ നിന്നാണുള്ളത്. ഇത് ഈ കാണുന്നതാണ് ബേ ബ്രിഡ്ജ് ഗായ്സ്. ബേ ബ്രിഡ്ജ്, അതുപോലെ തന്നെ നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ സിറ്റി ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മളിവിടുന്ന് നല്ലൊരു പൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിറ്റിയും ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഒരു നല്ലൊരു ലൊക്കേഷൻ, നല്ലൊരു സുന്ദരം ക്ലൈമറ്റാണ് ഇവിടെ. എപ്പോഴും നല്ല ക്ലൈമറ്റാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വ്യൂ ഇവിടുന്ന് കിട്ടും. നിങ്ങളിങ്ങനെ ഒരു കാഴ്ച കാണുന്നെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട, മറ്റൊരു കാണാനായിട്ട്. ഇത് ഉള്ളത് നമ്മൾ അൽക്കാട്രാസ് ബ്രിസൻ്റെ അവിടെയാണ് ഉള്ളത് കേട്ടോ ഗായ്സ്. ബ്രിസൺ ലൈബ്രറിയാണ് ഇവിടെ. ഓ, തണുപ്പിനൊക്കെ ഒരു ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡോറിൻ്റെ അകത്ത് നോക്കി. ഞാനൊരു പ്രിസനകത്ത് കയറി നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അകത്ത് പ്രിസനകത്ത് നേരെ നിൽക്കാന്നുള്ളൂ കേട്ടോ. ഇവിടുത്തെ ഫേമസ് നൊട്ടോറിയസ് ആൾക്കാരായിരുന്നു. ഇവിടെ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലമാണ്. പ്രിസണേഴ്സ് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള റിക്രിയേഷൻ സംഭവമാണ്. പക്ഷേ ഇവിടെ വലിയൊരു ഇരുമ്പിൻ്റെ വലിയൊരു ഡോറ് കാണാം. ഇവിടെ നിന്ന് ഗോൾഡൻ ഗേറ്റ് ബീച്ച് എന്ന് പറഞ്ഞാൽ പൊളി വ്യൂ കേട്ടോ. ഇതുണ്ടോ, ഇവിടുത്തെ ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് കേട്ടോ. ഈ അൽക്കാട്രാസിലേക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ സ്പീഡ് ബോട്ടാണ് കേട്ടോ. നമ്മളിവിടുന്ന് വിട പറയാണ്. ഈ ഇന്ത്യൻസ് വെൽക്കം എന്ന് പറയുന്നത് ഇന്ത്യൻസ് പല കാര്യങ്ങൾക്കും പോളിസികൾക്കും എതിരായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻസ് വെൽക്കം. ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇന്ത്യക്കാരെ അധിക്ഷേപിച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ.